ഇന്നിവിടെ വന്ന പരാതികളിൽ വ്യാപകമായി വന്ന പരാതികൾ ഇടുക്കി ജില്ലയിലെ റോഡുകൾ വളരെ മോശമാണെന്നും ടൂറിസം വരെ അതിനെ ഗൗരവതരമായി ബാധിക്കുന്നുണ്ടെന്നും റോഡുകൾക്ക് വീതിയില്ലെന്നും നല്ല റോഡുകളില്ല. പിന്നീട് 45 ആവുന്നു. പിന്നെ ഇത് 45 മീറ്ററിൽ സ്ഥലം ഈ നിശ്ചയിക്കുന്ന കാലയളവിൽ നടപ്പിലാക്കാൻ പ്രായോഗികമായി വളരെ വളരെ പ്രയാസമാണ്. എനിക്കും ആഗ്രഹമുണ്ട് 45 മീറ്റർ വീതിയുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വരണം, തിരുവനന്തപുരത്ത് കാസർഗോഡ് പോകണം എന്നൊക്കെ. പക്ഷെ പ്രായോഗികമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. അതിന് തടസ്സം എന്താണ്? ആ തടസ്സം എന്താണെന്നുള്ളത് നിർബന്ധമായും കണ്ടുപിടിക്കണം. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ സതുദ്ദേശം നമുക്ക് മാനിക്കാം. സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ സർവത്ര കുളമായ റോഡുകൾ കേരളത്തിലെ സ്ഥിതി അറിയാമല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ 20,000 കോടി കൊടുക്കുക. ഞാനൊക്കെ നമ്മുടെയൊക്കെ ജനപ്രതികളാ. നമ്മുടെ മണ്ഡലത്തിലെ PWD റോഡുകളുടെയും വില്ലേജ് റോഡുകളുടെയും സ്ഥിതി ജനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇനി ഒന്നും നന്നാക്കേണ്ടെന്ന് ധനവകുപ്പ് പറഞ്ഞതാണ് കേൾക്കുന്നത്. അതെ, നന്നാക്കിയതിന് പണം കൊടുക്കാനില്ല. 2000 കോടി രൂപ അവർക്ക് കുടിശ്ശ കൊടുക്കാനുണ്ട്. ആ പൈസ കൊടുക്കാതെ ആരും പണി ഏറ്റെടുക്കുന്നില്ല. പഞ്ചായത്ത് റോഡുകളുടെ വർക്ക് നടക്കുന്നില്ല. റോഡിലൂടെ പോകുന്നവരൊക്കെ ചിലപ്പോൾ VK ഇബ്രാഹിം കുഞ്ഞിനെ പഴിക്കുമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് പണിയാൻ പണമില്ലെന്നാണ് ധനവകുപ്പ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഇപ്പൊ എടുക്കേണ്ട സമീപനം, നമ്മുടെ കയ്യിൽ ഭൂമിയുണ്ട്. 30 മീറ്റർ വീതിയിൽ ഭൂമി നമ്മുടെ കയ്യിൽ നിൽക്കുകയാണ്. ആ ഭൂമിയിൽ ആക്കി ഈ പണമുണ്ടെങ്കിൽ, ഈ പറയുന്ന പണമുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ശ്രീ പ്രതാപൻ പറയുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിൽക്കാതെ 45 മീറ്ററിലേക്ക് ഇപ്പോൾ പ്രഖ്യാപനം നടത്തുന്നു? കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കടുംപിടുത്തം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടുന്ന പണം ഇല്ലാതാകുന്നു. നാം കേന്ദ്രവുമായി വികസന കാര്യത്തിൽ അകന്നു പോകുന്നു. പ്രത്യേകിച്ച് പുതിയ BJP ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും അത് പിന്നെ കേന്ദ്രമന്ത്രി പിടിച്ച യോഗത്തിൽ വീണ്ടും ഒരു ഗൗരവപൂർവ്വമായ ചർച്ചക്കിടയാക്കി. അതെല്ലാം കണക്കിലെടുത്താകണം ഇന്നത്തെ ക്യാബിനറ്റ്. ഇത് മുഖ്യമന്ത്രിയുടെ ആശയം നല്ല ആശയമാണ്. നടക്കാത്തത് നല്ല ആശയമാണെന്ന് പറഞ്ഞു. നടക്കില്ല ആശയം. അതിന് പ്രതാപൻ മാത്രമല്ല ലീഗ് നേതാക്കൾ പറയുന്നു. പ്രായോഗികതയിലേക്ക് വരുമ്പോൾ ഇത് നടപ്പിലാകാൻ പ്രയാസമാണ്. നമുക്ക് എല്ലാവർക്കും വർത്തമാനം പറയാം. നഷ്ടപ്പെടുന്നവന്റെ വേദന, വീട് നഷ്ടപ്പെടുന്നവന്റെ വേദന അല്ല, നഷ്ടപ്പെടുന്നവന് നല്ല നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയണം. അത് കഴിയുന്നില്ലെങ്കിൽ നടക്കില്ല. വിനു, നമ്മൾ കണ്ടതല്ല. ഞാൻ വിനുവിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ തൃശ്ശൂർ മണ്ണുത്തിയിൽ കണ്ട ആളാണ്. ഞാൻ കഴിഞ്ഞ 13.5 വർഷമായി 3ാമത്തെ ടൈം MLA ആയ ആളാണ്. തൃശ്ശൂർ ഇത് പ്രശ്നം ഇച്ഛാശക്തി ഇല്ലാത്ത സർക്കാരാണോ? ശ്രീശ്രീയൊക്കെ ചോദിച്ചത് പണം എവിടെ? പണം കൊടുക്കാൻ എവിടെ പണം? നാം എടുത്ത് ഈ ഭൂമി അളവെടുത്ത് തീരുമാനിച്ച് ഗവൺമെന്റ് കൊടുക്കാൻ പണമില്ല, നടപ്പാകില്ല എന്നറിയാം. മേഖലയ്ക്ക് സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. 2025 വൻ കുതിപ്പ് നടത്തിയിരിക്കുകയാണ് നമ്മുടെ ടൂറിസം മേഖല. കേരളം രൂപീകൃതമായ ശേഷം ഒരു വർഷം കേരളത്തിന് പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത് കഴിഞ്ഞ വർഷമാണ്. 2025 2.5 കോടി സഞ്ചാരികളാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കേരളത്തിലെത്തിയത്. സഞ്ചാരികളുടെ ഇഷ്ട ജില്ലകളിൽ ഇടുക്കിയാണ് 1ാം സ്ഥാനത്തുള്ളത്. 46 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ഇടുക്കിയുടെ ഹരിതാഭ ആസ്വദിക്കാനെത്തിയത്.